മദ്യപാനം തകർത്തെറിഞ്ഞ ഒരു ജീവിതം. എന്നാൽ യേശുവിൻ്റെ കരങ്ങളിൽ ചെന്ന് പെട്ടപ്പോൾ എത്ര അതിശയകരമായിട്ടാണ് കർത്താവ് ഒരു മനുഷ്യനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു തൊഴിലാളി ഈശോയുടെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നതിൻ്റെ ഒരു കഥ ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. ഷെക്കേന ടെലിവിഷൻ്റെ തീ പിടിച്ചവരിൽ ദൈവസ്നേഹത്തിൻ്റെ തീ പടർന്ന ഒരു മനുഷ്യൻ്റെ കഥ ഇന്ന് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നു. ബേബിച്ചേട്ട, ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. താങ്ക് യു. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലാണല്ലോ അങ്ങയുടെ ജോലിയും കാര്യങ്ങളുമൊക്കെ. അതെ. സാധാരണ ഒരു മാർക്കറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏറെക്കുറെ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ ഇപ്പോൾ ദൈവസ്തുതികൾ ഉയരുന്നു, വളരെ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി. എങ്ങനെയാണ് ബേബിച്ചേട്ടൻ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്ന് അനേകരെ കർത്താവിലേക്ക് നയിക്കാനൊക്കെ കാരണമായി തീർന്നത്? ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ഒരു 85, 84 ഒക്കെ കാലഘട്ടത്തിലാണ് മാർക്കറ്റിൽ ഞാൻ ചെന്നപ്പെടുന്നത്. മാർക്കറ്റിൽ ചെന്നപ്പെട്ട് ഒരു കട കാണുകയും ആ കടയിൽ കച്ചവടം ആരംഭിക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ കച്ചവടം തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ, ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ സമ്പത്ത് വന്ന് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ, അതോടൊപ്പം തന്നെ സമ്പത്തിൻ്റെ കൂടെ നമ്മളുടെ കൂടെ വരുന്ന ഒരു സാധനമാണ് കൂട്ടുകാർ വരിക എന്ന് പറയുന്നത്. നമുക്ക് കൂട്ടുകാർ, അത് നല്ല കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മാർക്കറ്റിലെ കൂട്ടുകാരെന്ന് പറയുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടിട്ടുള്ളവരാണ്. അവരുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുകയും ആ കൂട്ടുകാരിലൂടെ നല്ല ഒരു തികഞ്ഞ മദ്യപാനിയായിട്ട് മാറുകയും ചെയ്തു. അതോടെ ജീവിതം തകർന്നു. അതോടെ ജീവിതം തകർന്ന് തരിപ്പണമായി. ആ ജീവിതം പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോയി. ഒരു 10,40,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടായിരുന്ന ആള് പിന്നീട് ഒരു 4,70,000 രൂപ കടബാധ്യതയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിത്തീർന്നു. ഈ 85 കാലഘട്ടത്തിൽ 4-4.25 ലക്ഷം രൂപ കടവെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ബാധ്യത തന്നെയാണ്. എന്നിട്ട് എന്താ പിന്നീട് സംഭവിച്ചത്? പിന്നീട് സംഭവിച്ചത് 89 ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഒന്നാലെ ഇവിടെ നിന്ന് നാട് വിട്ട് പോകണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇത് രണ്ടുമാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പം ഞാൻ ഭാര്യയുടെയും മക്കളുടെയും കാര്യം ആലോചിക്കുമ്പോൾ മരിക്കാനായിട്ട് തോന്നണമില്ല. അപ്പം എന്ത് ചെയ്യും? ഇങ്ങനെ അന്ന് 10 രൂപ കയ്യിലില്ലെങ്കിലും നമുക്ക് മദ്യത്തിനൊരു കുറവ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാശൊന്നുമില്ലെങ്കിലും മാർക്കറ്റിൽ വന്ന് പോകുമ്പോൾ പൂസായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് പോവുക, വീട്ടിലേക്ക് പോവുക. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറി കിടന്നുറങ്ങും. പിന്നെ നേരം വെളുക്കുമ്പോൾ 5 മണിയാകുമ്പോൾ മാർക്കറ്റിൽ വരും. വേറെ ഒരു പരിപാടിയും ഇല്ല. അപ്പം അങ്ങനെ ഒരു ദിവസം രാത്രി കിടന്ന് ഇങ്ങനെ ചിന്തിച്ച് കിടക്കുക. ശനിയാഴ്ച രാത്രിയാണ്, നല്ല മദ്യലഹരിയിലാണ് കിടക്കുന്നത്. പക്ഷെ അങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ചിന്ത വരിക, ഇങ്ങനെ എന്തോരം നാളിങ്ങനെ ജീവിക്കും, ഇങ്ങനെ ആർക്കും വേണ്ടാത്തവനായി, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ടാത്തവനായിട്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കണേ? അപ്പം അങ്ങനെ ജീവിക്കേണ്ട ഇത് വന്നപ്പോൾ ഇങ്ങനെ റെയിലിൽ തലവെച്ചാലോ, അങ്ങനെ പല ചിന്തകളും എനിക്ക് വന്നു. അങ്ങനെ നേരം വെളുത്തു ഇങ്ങനെ വീണ്ടും ഞാൻ അവിടെ തന്നെ കിടക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് എഴുന്നേൽക്കാൻ പോയില്ല, അവിടെ തന്നെ ഇങ്ങനെ കിടന്നു. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങള് വന്നു. പെങ്ങൾ വന്നു കഴിഞ്ഞ് ഭാര്യയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഭാര്യ ഇങ്ങനെ ചൂലും കെട്ട് അഴിച്ചിട്ട മാതിരി പെങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യം? ഞാൻ കിണറ്റിൽ ചാടി ചാവാൻ പോണ്, 10 രൂപ ഇവിടെ വീട്ടിൽ വരുമാനമില്ല, പിള്ളേർക്ക് ഒന്നും വെച്ചു കൊടുക്കാനില്ല, ഇന്ന് ഞായറാഴ്ച, ഇന്ന് ഈ പള്ളിയിലെ പെരുന്നാളാണ്, ഇതുപോലെ ആ മനുഷ്യനെ അറിയണില്ല, വെള്ളം അടിച്ചിങ്ങനെ കെടുക്കുകയാണ്, ഇന്ന് കഞ്ഞിയാണ് വെച്ചേക്കണേ, ഉണക്കമീനാണ് ചുട്ട് പിള്ളേർക്ക് കൊടുത്തേക്കണത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭാര്യ പെങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കേട്ടിങ്ങനെ കെടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ എന്ത് ജീവിതം, ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ച് ഇങ്ങനെ നാളെ രാവിലെ മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞ് പോവുക. രാവിലെ അവിടെ ഒല്ലൂർ വളവിൽ നല്ല വളവാണ് റെയിൽവേ, അവിടെ തല വെച്ചാൽ ട്രെയിൻ നിൽക്കില്ല.
അടിച്ചു പോവും. അപ്പോൾ അവിടെ പോയിട്ട് തല വയ്ക്കാം അങ്ങനെയുള്ള പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെങ്ങൾ പറഞ്ഞത്, നീ വന്നാൻ അവളോട് ഭാര്യയോട് പറഞ്ഞു, നീ ഒരു പെട്ടി എടുത്തിട്ട് അവൻ 3-4 ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചാൻ. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ പെങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം എനിക്ക് എൻ്റെ അമ്മ എൻ്റെ 5 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. പിന്നെ എൻ്റെ പെങ്ങളാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം പെങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അപ്പം അങ്ങനെ പെങ്ങൾ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പോയി കുളിക്കാൻ കൊണ്ടാക്കി. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, പോവാൻ വെക്ക്. അപ്പോൾ എവിടേക്കാണ് പോണേന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, നീ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എവിടേക്ക് മരിക്കാൻ പോണവന് പിന്നെ ഇനി എവിടെ പോയാലും ഇപ്പം എന്താ, പെങ്ങളുടെ കൂടെ പോയി. അങ്ങനെ പെങ്ങളുടെ കൂടെ പോയി തൃശ്ശൂർ ശക്തന്തമ്പുരം മാർക്കറ്റിൽ ബസ് ഇറങ്ങി. ഈ ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെങ്ങളോട് ചോദിച്ചു, എവിടേക്കാണ് പോകണേ, നമ്മൾ എന്തിനാണ് പോകണേ? അപ്പം പെങ്ങൾ പറഞ്ഞു, നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ, ഇങ്ങോട്ട് നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ബീഡി ഒന്നുമില്ല. ഞാനാണെന്ന് വെച്ചാൽ നന്നായി ബീഡി വലിക്കുന്നവനാണ്. മദ്യം എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബീഡി ഇല്ലാണ്ട് ഒരു രക്ഷയുമില്ല. അങ്ങനെ അപ്പോൾ പെങ്ങളോട് പറഞ്ഞത്, ഇപ്പോൾ ഇത് വരാമെന്നും പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് മാർക്കറ്റിൻ്റെ അവിടെ, മീൻ മാർക്കറ്റിൻ്റെ അവിടെ പോയി ഒരു 3 കെട്ട് സ്പെഷ്യൽ കാജിയും ഒരു പാക്കറ്റ് സിസറൊക്കെ മേടിച്ച് പോക്കറ്റിലൊക്കെ ആക്കി. അവിടെ നിന്ന് കാശ് വേണ്ട, അവിടെ കടം പറഞ്ഞാലും കിട്ടും. അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോന്ന് പെങ്ങളുടെ കൂടെ പോയി. അങ്ങനെ തൃശ്ശൂർ ഒളരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അന്ന് മൂവാറ്റുപുഴ ജീവജ്യോതിയിലേക്ക് ധ്യാനത്തിന് കൊണ്ടുപോകണ്ടായിരുന്നു. പെങ്ങൾ അവിടേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ ആ വണ്ടിയിൽ കയറ്റി വണ്ടിക്കാർക്ക് കാശൊക്കെ കൊടുത്ത് ധ്യാനത്തിനുള്ള പൈസയൊക്കെ അവരുടെ ഏൽപ്പിച്ചിട്ട് പെങ്ങൾ വീട്ടിൽ പോയി. എന്നെ മൂവാറ്റുപുഴ പോയി. അങ്ങനെ ഞാൻ മൂവാറ്റുപുഴ ചെന്ന് ധ്യാനത്തിന് ചെന്നപ്പോൾ ഏറ്റവും പുറകിൽ എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പോയിരുന്നു ഏറ്റവും പിന്നിൽ 172ാമത്തെ ആളായിട്ട് ഞാൻ അവിടെ ചെന്നിരുന്നു. അവിടെ ചെന്നിരുന്നപ്പോൾ അവിടെ ജെയിംസ് ഏഴാനിക്കാട് അച്ഛനാണ് ധ്യാനിപ്പിക്കുന്നത്. ലോറൻസ് പടനിലത്താണ് ബ്രദർ സഹായിക്കാനുള്ളത്. അങ്ങനെ ധ്യാനത്തിന് പോയിരുന്നു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കൊണ്ടുവരുന്നത് ഒരു ബക്കറ്റായിട്ടാണ് ബ്രദർ വരുന്നത്. ആ ബക്കറ്റ് സ്റ്റേജിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വെച്ചു. ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ബ്രദർ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ബീഡി, സിഗരറ്റ്, മദ്യക്കുപ്പികൾ, പൊടി, മുറുക്കാൻ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ബക്കറ്റിൽ കൊണ്ടുവന്നിട്ടോ, ഇതൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, അതൊക്കെ അതിലിടാൻ പറഞ്ഞു. അപ്പോൾ കുറേ പേരേറ്റ് പോയി കൊണ്ടിട്ടു. ഞാൻ എഴുന്നേറ്റ് പോയില്ല, എനിക്കിതില്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഈ ബീഡി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബീഡി വലിക്കും, കക്കുസയിലിടും, വെള്ളമൊഴിക്കും, വ്യായാമം വന്ന് ഇവിടെ കുത്തിയിരിക്കും. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇത് കൊണ്ടുപോയ സ്റ്റോക്കൊക്കെ കഴിഞ്ഞു. അങ്ങനെ 3-ാമത്തെ ദിവസം കാലത്ത് സ്റ്റോക്ക് കഴിഞ്ഞു. ഉച്ചവരെ ഞാൻ പിടിച്ചു നിന്ന് നന്നായിട്ട്. ഉച്ച 4 മണിയായപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ കയറി വന്നു. 5 മണിയായപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പകുതി പേരെ എഴുന്നേറ്റ് പോയിട്ട് കുളിക്കുക, പകുതി പേര് ഇവിടെ ഇരുന്ന് ജവമാല ചെല്ലാമെന്ന്. അപ്പം ആ പകുതി പേരിൽ ഞാൻ എഴുന്നേറ്റു, വേഗം പോയി. എന്നിട്ട് പിന്നെ മൂവാറ്റുപുഴ ജീവജ്യോതി ധ്യാന കേന്ദ്രത്തിൻ്റെ ആ പറമ്പ് മുഴുവൻ അരിച്ചു പറക്കി. എല്ലാവരോടും കൊന്ത ചൊല്ലി നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ നടക്കുമ്പോൾ. അപ്പം ഞാൻ കൊന്തയും കൈ പിടിച്ചിട്ട് താഴ്ത്തു നോക്കി നടക്കുക, മുറി ബീഡി അന്വേഷിച്ചിട്ട് നടക്കണം ഞാൻ. പക്ഷെ ആൾക്കാർ കാണുമ്പോൾ മുഴുവൻ കൊന്ത ചൊല്ലി നടക്കണമെന്ന് വിചാരിക്കും. അങ്ങനെ അത് മുഴുവൻ അരിച്ചു പറക്കി, ഒരു മുറിവീടി പോലും കിട്ടിയില്ല. അങ്ങനെ കുളിച്ച് വന്ന് അവിടെ കയറിയിരുന്ന് പിന്നെ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഞാൻ അവിടെ ഉള്ളവരെ ചവിട്ടാൻ തുടങ്ങി, കസാരമൊക്കെ ചവിട്ടിയിടുക, തെറി പറയാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്ത അസ്വസ്ഥ ഉണ്ടായി. ഈ 3 ദിവസം കുഴപ്പമില്ല, നമ്മൾ അവിടെ ഇരുന്നു. വീട് കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ശരീരം പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയായി. അവിടെയുള്ള ഇരിക്കുന്നവർക്ക് അത്, അവിടെ നിൽക്കുക ബ്രദേഴ്സിനും അതെ. അപ്പം അവർ പോയിട്ട് ഈ ലോറൻസ് ബ്രദറോട് പറഞ്ഞു, ഇതാ ഇരിക്കുന്ന മുതലിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്നും മാറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ചെന്ന് ബ്രദറോട് പറഞ്ഞപ്പോൾ ബ്രദർ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് അപ്പം തന്നെ ബേബി ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് സ്റ്റേജിൻ്റെ അവിടേക്ക് ചെന്നപ്പോൾ സ്റ്റേജിൽ നിന്ന് താഴ്ത്തിക്ക് ബ്രദർ ഇറങ്ങി വന്നു. ബ്രദർ ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് വിഷയം, എന്താ എല്ലാവരും പ്രശ്നം പറയണ്ടില്ല, എന്താ ബ്രദറെ, ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ വിഷയമൊന്നുമില്ല, എനിക്കൊരു ബീഡി തന്നാൽ എൻ്റെ വിഷയമൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ അത്രയുള്ള വിഷയം, വായോ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് എന്നെ സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ആ ബക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, പിന്നീന്ന് ഒരു സിഗരറ്റോ ബീഡിയോ എടുത്ത് തരാനാണ് കൊണ്ടുപോകണതെന്ന് വിചാരിച്ച് ഞാൻ മോളിൽ കയറി കഴിഞ്ഞപ്പോൾ ബ്രദർ ഒറ്റ നിപ്പ് തിരിഞ്ഞ് നിന്നിട്ട്
ഈ ഇരിക്കുന്ന ജനത്തോട് പറഞ്ഞു, ബേബിക്ക് ഇവിടെ ബീഡി വലിക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെല്ലാവരും കൈ ഉയർത്തി ബേബിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അവർ കേൾക്കേണ്ട താമസം അവർ പ്രാർത്ഥന തുടങ്ങി. ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു ഒരു ലേശം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കുഴഞ്ഞ അവിടെ വീണു. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ഇതിനോടിടയിൽ എന്താ സംഭവിച്ചെന്ന് ഓർമ്മയില്ല, ഒന്നും അറിയില്ല. ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ ഫ്ലാറ്റായി. അതിനുശേഷം പിന്നെ ബീഡി വലിക്കണം എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു 33 വർഷമായിട്ട് പിന്നെ ബീഡിയുടെ ടേസ്റ്റോ മദ്യപാനത്തിന്റെ ഒരു ടേസ്റ്റോ എൻ്റെ വായിൽ നിന്ന്. അതായത് അന്ന് ധ്യാന കേന്ദ്രത്തിന്റെ ആ സ്റ്റേജിൽ വെച്ച് ഈ ലോറൻസ് പടനില എന്ന് പറയുന്ന സഹോദരൻ അങ്ങയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അതിനുശേഷം ഇന്ന് വരെ ഈ നിമിഷം വരെ ഇതെന്തായിരിക്കും ഇങ്ങനെ ഒരു ഇത്ര വലിയൊരു മാറ്റം? കാരണം നമുക്കറിയാം എത്രയോ പേര് ചികിത്സകൾ നടത്തുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഇതിന് പരിശ്രമങ്ങൾ നടത്തുന്നു, പക്ഷെ സാധിക്കുന്നില്ല പലർക്കും. ഞാൻ കേട്ടോടത്തോളം അറിഞ്ഞോടത്തോളം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിടത്തോളം ഇതാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. നമ്മൾ ഇതിനെല്ലാം അതിജീവിക്കാനുള്ള ഈ അതായത് പുകവലിക്കണം മദ്യപിക്കണം എന്നുള്ള ആ ടെൻഡൻസി എല്ലാം അതിജീവിക്കാനുള്ള ഒരു വലിയ ശക്തി കിട്ടി. അത് തന്നെയല്ല, എൻ്റെ ജീവിതം തന്നെ. പിന്നീട് എന്താ സംഭവിച്ചത് ഈ ധ്യാനത്തിന്റെ അനുഭവത്തിന് ശേഷം? ഇപ്പൊ 33 വർഷമായെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ അന്ന് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അവിടുന്ന് എവിടേക്കെങ്കിലും നാട് വിട്ടു പോവാൻ, മരിക്കണില്ല, നാട് വിട്ടു പോകാനുള്ള ഉദ്ദേശമായിരുന്നു. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ മരിക്കണമെന്നുള്ള ചിന്ത വിട്ടു, ആത്മഹത്യ ചെയ്യണമെന്നുള്ള അത് മാറിപ്പോയി. പിന്നെ എന്നെ ഇവിടെ കൗൺസിലിങ്ങിന് ഈ ബ്രദർ തന്നെയാണ് എന്നെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ ഒരുപാട് പേരെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എത്രയോ പേരെ എനിക്ക് സ്വന്തമായിട്ട് അനുഭവമുണ്ട്. അപ്പം അങ്ങനെ ഈ ബ്രദർ എന്നോട് പറയാണ്, താങ്കളെ ദൈവം ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കുകയാണ്, താങ്കളെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്, അത് തൻ്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അപ്പം ഈ പദ്ധതി എന്താണെന്നുള്ളത് ബ്രദർ എനിക്ക് വെളിപ്പെടുത്തി തരാണ്. അത് ഇതാണ് പറഞ്ഞത്: താങ്കളെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിന് ആവശ്യമുണ്ട്, വീണ്ടും അവിടേക്ക് തന്നെ പോകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു, താങ്കൾ പോകണം. അപ്പം ഞാൻ പറഞ്ഞു, അത് പള്ളിയെ പോയി പറഞ്ഞാൽ മതി, കാരണം 4,70,000 രൂപ കടബാധ്യതയിൽ അത് മേടിച്ചിട്ടുള്ളവരൊക്കെ അങ്ങനത്തെ ആൾക്കാരെ ഇന്ന് മേടിച്ചാണ്. വടിവാളും അതും ഇതൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന ബ്ലേഡ് പലിശക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ കാശ് മേടിച്ചാണ്. എന്നെ കാണാണ്ട് ഇപ്പം അവിടെ കിടന്ന് പരക്കം പായുണ്ടാവും. അപ്പം ഈ സമയങ്ങളിൽ എൻ്റെ വീട്ടിലേക്ക് ഈ പലിശക്കാർ, പിന്നീട് ഞാൻ അറിഞ്ഞതാണ്, പലിശക്കാർ വന്ന് 10 രൂപ പോലും വിലപിടിപ്പുള്ള, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് പ്രസവത്തിന് കിട്ടിയ ഓട്ടുപാത്രം, കിണ്ടി, ചെപ്പിടം, കലം, അങ്ങനെയുള്ള സകല സാധനങ്ങൾ ഇവരെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഉണ്ടെന്ന് പലിശക്കാര് എന്ന് പറയും. പലിശ കിട്ടാണ്ടാവുമ്പോൾ അവർ കിട്ടാനുള്ള എല്ലാ മാർഗങ്ങളും അവർ നോക്കും. അങ്ങനെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുപോയത് പിന്നീട് ഞാൻ അറിഞ്ഞത്. ധ്യാനം കൂടുമ്പോൾ ഞാൻ ഇതൊന്നും അറിയണില്ല. അപ്പം അങ്ങനെ ഈ അവസ്ഥയിൽ അപ്പോഴാണ് ബ്രദർ പറയുന്നത്, നിങ്ങൾ മാർക്കറ്റിൽ തന്നെ പോകണം, വീണ്ടും അവിടെ താങ്കളെ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ. അപ്പം അന്ന് ഇതൊന്നും നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ദിവസം ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് മാർക്കറ്റിൽ ചെന്നു. മാർക്കറ്റിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെന്ന് കയറിയ വഴി കടക്കാരൊക്കെ എന്നെ പോയിഞ്ഞു. ഒരു 4 പേർക്കാണ് മെയിൻ വലിയ കടങ്ങളുള്ളത്. അപ്പം അവർ 4 പേരും നീ എവിടെയായിരുന്നു, അങ്ങനെയാണ് നിന്നെ അങ്ങനെ ചെയ്യുക. അപ്പം പീടിയെ കയറുമ്പോൾ തന്നെ പീടിയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു എന്നെ. പീടിയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് എന്നോട് അങ്ങനെ ചോദിക്കാൻ തുടങ്ങി, അങ്ങനെയാണ് ആനയാണ്. അപ്പോൾ ഈ ബ്രദർ എന്നോട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താങ്കൾ അവിടെ ചെല്ലുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ ഉണ്ടാകുമ്പോൾ താങ്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. താങ്കൾ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ കർത്താവ് തക്ക സമയങ്ങളിൽ താങ്കൾക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്തുതിച്ചുകൊണ്ട് നിൽക്കുക, ബാക്കി കാര്യം കർത്താവ് നോക്കിക്കൊള്ളുന്നു. അപ്പം എന്ന് പറഞ്ഞ മാതിരി എന്നെ പിടിച്ച് പുറത്തേക്ക് വെച്ചപ്പോൾ ഞാൻ സ്തുതിക്കാൻ തുടങ്ങി. അന്ന് ആകെ 2 വാക്കേ കിട്ടുള്ളൂ: യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രതിരോധവും ആക്രമണവും എല്ലാം ഈ സ്തുതിപ്പിലൂടെയാണ് നടന്നത്. അങ്ങനെ ഞാൻ നിന്നിട്ട് ഇങ്ങനെ കണ്ണോടച്ച് ഇങ്ങനെ ഇരുന്നിട്ട് സ്തുതിക്കാൻ തുടങ്ങി.
ഇങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് അധികൃതർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ ചെയ്യുന്നത്. ഇവർക്ക് എന്താ പറയണേ, എന്തൊക്കെ ചെയ്യണമെന്ന് ഇവർക്ക് മനസ്സിലാവും. ഇവരിങ്ങനെ നീ എന്തിട്ട് പെറുപിറുക്കണം നിന്നിട്ട് ഈ കാശ് തരാൻ നോക്കടാ, നീ എവിടെയായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിന്നിട്ട് ഇവര് നിന്നിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ 4 പേരും എന്നെ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഈ 4 പേരും വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പീടികയിലേക്ക് കയറി. കയറി കഴിഞ്ഞപ്പോൾ പീടികയിലുള്ളവർ പറഞ്ഞു, ബേബേട്ട ഞങ്ങൾ ഇവിടുത്തെ കടബാധ്യതയൊക്കെ തീർത്തു, ബേബേട്ടൻ നീ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ശരി, കട ഏറ്റെടുത്തു പീടികയിൽ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ആകെ എന്ത് ചെയ്യും കർത്താവിന്. അങ്ങനെ കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവെ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സ്തുതിച്ചു. അവിടെ നിന്നിട്ട് ഞാൻ കണ്ണടച്ച് നിന്ന് സ്തുതിക്കുകയാണ്. എനിക്ക് വേറെ വഴിയുമില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ സ്തുതിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ശമ്പളത്തിനായിട്ട് ഇവിടെ പീടികയിൽ നിൽക്കട്ടെ എന്ന് ചോദിക്കാൻ. അതായത് കടയുടെ നടത്തിപ്പുകാരൻ കടയിലെ ശമ്പളക്കാരനായിട്ട് മാറി, തൊഴിലാളിയായിട്ട് മാറുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ അന്നു മുതൽ ഇന്നേ വരെ ഇപ്പോൾ 33 വർഷമായി ധ്യാനം കൂടിയിട്ട്. അപ്പോൾ 33ാമത്തെ വർഷത്തിലാണ് നിൽക്കുന്നത്. ശരി, ഈ കടയിൽ തൊഴിലാളിയായിട്ട് കയറി കഴിഞ്ഞപ്പോൾ അപ്പം ഒരാഴ്ച മുമ്പുള്ള വേവിച്ചേട്ടനല്ലല്ലോ ഇപ്പം അവിടെ തൊഴിലാളിയായിട്ട് കയറി തുടങ്ങി. പക്ഷെ അത് ആർക്കും അറിയില്ല എന്ത് മാറ്റങ്ങളൊക്കെയായിരുന്നു അന്നേരം ഇപ്പൊ കാണാൻ തുടങ്ങിയത്? അന്ന് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ശമ്പളം ആകെ 1000 രൂപയായി ആഴ്ചയിൽ 1000 രൂപ കിട്ടാൻ തുടങ്ങി. അതായത് ഏകദേശം ഒരു 40,000 രൂപയോളം ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്നിടത്തുനിന്ന് ഇപ്പൊ അതൊരു കേവലം 4000 രൂപയിലേക്ക് മാറി. 4000 രൂപയിലേക്ക് മാറി. അപ്പൊ കാര്യങ്ങളൊക്കെ വലിയ കഷ്ടത്തിലായി തീർന്നു. വലിയ കഷ്ടത്തില്. പക്ഷെ ഈ 4000 രൂപ എന്റെ കയ്യിൽ കിട്ടുന്നില്ല. ഈ 4000 രൂപ ഇങ്ങനെ മേടിക്കാൻ നിൽക്കുമ്പോ കടക്കാര് വന്നിട്ട് അവര് മേടിച്ചോണ്ട് പോകും. വേറെ ഒരു വഴിയും ഇല്ലാണ്ടായി. അപ്പൊ ഞാൻ വണ്ടിക്കൂലി പോലും എൻ്റെ കയ്യിലില്ലാണ്ടായപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒല്ലൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് അന്ന് താമസിക്കുന്നത്. അങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ 2-3 ദിവസം ജപമാല ചൊല്ലി അങ്ങോട്ട് നടക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും. അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് ഇത് എത്ര ദിവസം ഇങ്ങനെ ഞാൻ പോവും, ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുക? അപ്പോൾ കർത്താവ് എന്നോട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം പറയാണ്, നിനക്ക് എത്ര രൂപയുടെ പച്ചക്കറി വേണമെങ്കിലും കടം കിട്ടില്ലേ മാർക്കറ്റിൽ നിന്ന്, നീ ഒരു ചാക്ക് പാവയ്ക്ക് എടുത്തിട്ട് പീടികയിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ആ കടയിൽ തന്നെ ഒരു ചാക്ക് പാവയ്ക്ക് എടുത്ത് വെച്ചു. അപ്പം അതിൽ പകുതിയോളം പകുതി വിറ്റുപോയില്ല. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ഇനി എന്താ ചെയ്യാ, ഞാൻ ഇതിൻ്റെയും കൂടി കടം ഞാൻ പൈസ അത്രയും അത് എനിക്കുള്ളതാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ പകുതി കാശുള്ള മുതൽ പോലും മുട്ടിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? അപ്പം എന്നോട് കർത്താവ് പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ ഇതെടുത്ത് വീട്ടിൽ കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് വീടിൻ്റെ ഉമ്മറത്ത് കൊട്ടിയിട്ടു. അത് കൊട്ടിയിട്ട് അരച്ചാക്ക് പാവയ്ക്ക. അപ്പം റോട്ടിയോടെ പോണവർ മുഴുവൻ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ബേബി ഈ പാവയ്ക്ക വിൽക്കാനാണോ? അപ്പം ഞാൻ പറഞ്ഞു, പാവയ്ക്ക വിൽക്കാനാണ്. എന്താ വില? ഒരു പിടിക്ക് 10 രൂപ. ത്രാസും കെട്ടിയൊന്നുമില്ല. ഒരു പിടിക്ക് 10 രൂപ എന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴേക്കും അതൊക്കെ വിറ്റു തീർന്നു. പിറ്റത്തെ ദിവസം കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു ചാക്ക് അച്ചിങ്ങ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചാക്ക് അച്ചിങ്ങ എടുത്തു. അത് കൊണ്ടുവന്ന് കുറെ വീടിന്റെ അവിടെ ഇട്ട് അവിടുന്ന് വിറ്റു. അത് കടയിൽ വെക്കാൻ പറ്റില്ല. അത് കടയിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടു. അത് വിറ്റ് തീർന്നു. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ വീടിന്റെ അവിടെ നല്ലൊരു പച്ചക്കറി വേടിയ കർത്താവ് പരിശുദ്ധാത്മാവ് നമുക്ക് ഐഡിയ തന്നു. കുറേശ്ശെ തുടങ്ങി. ഒടുവിൽ വീട്ടിൽ ഒരു പച്ചക്കറി കട തുടങ്ങി. അവിടെ നല്ല കച്ചവടം കിട്ടി. അങ്ങനെ നല്ല കച്ചവടമൊക്കെ കിട്ടി. കടബാധ്യതയൊക്കെ തീർന്നു. അപ്പൊ അങ്ങനെ ഇരിക്കില്ല, ഒരു വീട് സ്ഥലം എനിക്ക് ഒരു 5 സെന്റ് മേടിക്കാൻ പറ്റി. അങ്ങനെ അവിടെ ഇരുന്നോണ്ട് വീട്ടിലെ പച്ചക്കറി കച്ചവടം കൊണ്ട്. അപ്പൊ ഈ സമയത്ത് കർത്താവ് എന്നോട് വേറൊരു ചോദ്യം ചോദിച്ചു, നിന്നെ ഇങ്ങനെ കാശുണ്ടാക്കാനും കടബാധ്യത തീർക്കാനും ഒക്കെ ആണോ നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്? നിന്നെ കൊണ്ടുവന്നതിന് എനിക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ കർത്താവ് പറയാണ്, നീ പറയണം യേശുവാണ് ഏകരക്ഷകൻ എന്ന് നീ ഈ സമൂഹത്തിൽ ഏറ്റു പറയണം. അതിനാ നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ മാർക്കറ്റിൽ പറയാൻ തുടങ്ങി, യേശുവാണ് ഏകരക്ഷകൻ, എന്നെ രക്ഷിച്ചൊരു ദൈവമുണ്ട്, നിന്നെയും രക്ഷിക്കും. നീ മദ്യത്തിനും മയക്കുമരുന്നിനും ആസക്തികൾക്ക് അടിമപ്പെടാണ്ടവൻ. എത്ര നാളുകൾക്ക് ശേഷമായിരുന്നു ഇത്? ഏകദേശം ഒരു കൊല്ലത്തോളം. ഈ ഒരു കൊല്ലത്തിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബേച്ചനാരോടും പറഞ്ഞിരുന്നില്ല? ഇല്ല. കർത്താവിന്റെ ഈശോ ഇങ്ങനെ ഈ ഒരു സന്ദേശം നൽകിയതിന് ശേഷം കടയിൽ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ പറയാൻ തുടങ്ങി. അതായത് എന്റെ മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും കുടുംബത്തകർച്ചകളിൽ നിന്നും എല്ലാം
എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തു, ഇപ്പൊ എനിക്കൊരു പുതിയ ജീവിതമുണ്ട് എന്ന് പറയാൻ തുടങ്ങി. ആ ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നു പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് പേരെ ഞാൻ ധ്യാനത്തിന് വിടാൻ തുടങ്ങി. അങ്ങനെ പൈസ കിട്ടുന്നതിൽ നിന്ന് സ്വരൂപിച്ച് ഓരോരുത്തരെയായിട്ട് ധ്യാനത്തിൽ വിടും. അങ്ങനെ 2 ദിവസം 4 ദിവസം 10 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇവർ വീണ്ടും വെള്ളമടിച്ചു തുടങ്ങുന്നു, വീണ്ടും പുകവലിക്കുന്നു. ഞാനാണെന്ന് ആകെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. പോയ വഴി എൻ്റെ മദ്യപാനം നിന്നു, പുകവലി നിന്നു. പക്ഷെ ഇവരുടെ നിൽക്കുന്നില്ല, ഇവർ വീണ്ടും വെള്ളത്തിലാവുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇതെന്താണ് കർത്താവ് ബേബിച്ചേട്ടനുണ്ടായ ആ ഒരു അത്രയും ഒരു അനുഭവം, ആ ഒരു തീഷ്ണത ഇവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് വലിയ ഭാരമായി തുടങ്ങി. അപ്പം അതെന്താണ് കർത്താവ് എന്ന് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് ഒരു സഹോദരൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നു. നൻസൺ എന്ന് പറഞ്ഞൊരു സഹോദരൻ വീടിൻ്റെ അവിടെ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പുലർച്ചെ മാർക്കറ്റിൽ പോകാനായിട്ടൊരു വഴിയില്ല, ബസ് ആ സമയത്തില്ല. അപ്പം എനിക്ക് സൈക്കിളുണ്ട്. അപ്പം ഞാൻ ആ സൈക്കിളിന്മേലാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാനും കൂടി മാർക്കറ്റിലേക്ക് പോരട്ടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ എന്നാൽ ശരി പോന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ മാർക്കറ്റിലേക്ക് പോരുമ്പോൾ സൈക്കിളുമ്മ പോരുമ്പോൾ പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ച് പാട്ടൊക്കെ പാടി ആരാധിച്ചിട്ടാണ് സൈക്കിളുമ്മ പോരുക. അപ്പോൾ ഇദ്ദേഹവും എൻ്റെ കൂടെ കൂടാൻ തുടങ്ങി. പയ്യനാണ്, നല്ലൊരു പയ്യനാണ്. അപ്പോൾ ഇദ്ദേഹം പാട്ടൊക്കെ പാടാൻ തുടങ്ങി. ഇങ്ങനെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുത്തമ്പള്ളിയിൽ കൺവെൻഷൻ വന്നു. അപ്പോൾ ആ കൺവെൻഷന് അദ്ദേഹം കൺവെൻഷൻ കൂടാൻ കയറി. അതിലൂടെ അദ്ദേഹത്തിനും നല്ല ദൈവാനുഭവം ഉണ്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 പേര് കൂടിയിട്ടാണ് പിന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അപ്പം അങ്ങനെ മഞ്ഞുമല്ലിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകല്, 2 ബസ് 3 ബസ്സൊക്കെ ആൾക്കാരെ ജാഗരണ പ്രാർത്ഥന ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ശക്തൻ സ്റ്റാൻഡിലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നു, മാർക്കറ്റിലുള്ളവരെ, പിന്നെ ഞങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ളവരെ, പിന്നെ ഞങ്ങൾ ഒരു സ്ഥലങ്ങളിലേക്ക് പ്രയറിന് പോകാൻ തുടങ്ങി. ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾ 2 പേരും കൂടി തുടങ്ങി. അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ പേരെ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റി. അങ്ങനെ ഇത് ഞങ്ങൾ മഞ്ഞുമ്മലിരിക്കുമ്പോൾ കാനപ്പള്ളി അച്ഛനും മുണ്ടഞ്ചേരി അച്ഛനും ഒക്കെ കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും കുറച്ച് നേരം, ഈ ജാഗരണ പ്രാർത്ഥനയ്ക്ക് മുന്നേ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു ഫ്രാൻസിസ് വടക്കൻ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. അദ്ദേഹം അവിടെ ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്കറ്റിലൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ആരംഭിച്ചുകൂടാ? അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണല്ലോ എന്ന് അപ്പോൾ തോന്നി. അങ്ങനെ പിറ്റത്തെ ബുധനാഴ്ച തൃശ്ശൂർ മാർക്കറ്റിൽ വന്നിട്ട് ഞങ്ങൾ ധ്യാനം കൂടാൻ പോയിട്ട് വന്നിട്ടുള്ളവരെ സംഘടിപ്പിച്ചു. നമുക്കൊരു പ്രാർത്ഥന തുടങ്ങാം അവിടെ. ഇത് ഏത് വർഷമായിരുന്നു? അത് 93-ല്. അങ്ങനെ 93-ല് ഞങ്ങൾ സംഘടിപ്പിച്ചു. അന്ന് 6 പേര് വന്നു. ഈ 6 പേരായിട്ട് ഇങ്ങനെ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥന ഗ്രൂപ്പിന് ഒരു പേരിടണമെന്നൊക്കെ തോന്നി. അങ്ങനെയാണ് മീറ്റ് ജീസസ് പ്രയർ ടീം, യേശുവിനെ കണ്ടുമുട്ടുന്ന സഹോദരങ്ങൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന് ഫോം ചെയ്തു. അങ്ങനെ അതൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 1 കൊല്ലത്താറായപ്പോൾ തോന്നി ഞങ്ങൾക്കൊരു വലിയൊരു കൺവെൻഷൻ വേണം. അപ്പോൾ ഈ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ അപ്പം ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് മഞ്ഞുമ്മലാണ്. അങ്ങനെ മഞ്ഞുമ്മലെ ആൻ്റണി അച്ഛനോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നപ്പോഴാണ് ഇവിടെ നമുക്ക് ഇതിന് രൂപതയുണ്ട്, രൂപതയിലെ ഡയറക്ടറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കാര്യമായ പിടിപാടുകളൊന്നുമില്ല ഞങ്ങൾക്ക്. ഈ രൂപത എന്നതാ, അതിരൂപത എന്നതാ, കസ്മാറ്റിക് എന്നതാ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പിടിപാടുകളൊന്നുമില്ല. നമ്മള് പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വീണ്ടും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വേറെ ഇടപാടൊന്നുമില്ല. അപ്പൊ മാർക്കറ്റിലായാലും നമ്മള് പ്രാർത്ഥിക്കുന്നു. ഇത് രൂപതയായിട്ടോ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. നമ്മൾ അറിഞ്ഞ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു, കൊടുക്കുന്നു. ഇത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് മുമ്പാട് ഒരു ഉദ്ഘാടനത്തിന് ആരെങ്കിലും വേണ്ടേ, ഒരു അച്ഛൻ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ അരമനയിൽ പോയി. അപ്പോൾ തട്ടിൽ പിതാവാണ് ഇപ്പോൾ അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ചാൻസലർ അച്ഛൻ. അപ്പോൾ അച്ഛനെ കണ്ട് ഞങ്ങൾ തട്ടിൽ പിതാവിനെ കണ്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ഇങ്ങനെ മാർക്കറ്റിലുണ്ട്, അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു കൺവെൻഷൻ വെക്കുന്നുണ്ട്, അപ്പോൾ അതിന് ഉദ്ഘാടനത്തിനായിട്ട് ആരെങ്കിലും കിട്ടാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെന്താ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, ഇവിടെ ഇതിനൊരു ഡയറക്ടറുണ്ട്, ആ ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല.
നമുക്കിങ്ങനെ ഇത് മാത്രമേ അറിയത്തുള്ളൂ, പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരെ ഒരുമിച്ച് കൂട്ടുക, വചനം പ്രസംഗിക്കുക. ആര് പ്രസംഗിക്കുന്നു പോലും അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഷാജൻ തേർമടച്ചനാണ് ഇതിൻ്റെ ഡയറക്ടർ, നിങ്ങൾ അച്ഛനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനെ പോയി കണ്ടു. കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇന്ന വഴിയിലൂടെയൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ കുണ്ടുകുളം പിതാവിനെ പോയി കണ്ടു. പിതാവ് സാങ്ഷൻ തന്നു, നിങ്ങൾ നടത്തിക്കോ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു പലരും ഒരുപക്ഷെ ഒരു സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാനും സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഈ മാർക്കറ്റിലെ തൊഴിലാളികളും അന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കൺവെൻഷനൊക്കെ നടത്താൻ കഴിയുക എന്നുള്ള ഒരു ചിന്ത കുറെ പേർക്ക് ഉണ്ടായിരുന്നു, അധികാരികൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഷാജൻ തേർമടച്ചന്റെ ഒറ്റ പിടിയാലാണ് അന്ന് ഇതിങ്ങനെ വളരെ പുരോഗമിച്ചത്. പക്ഷെ ഇന്നിപ്പോ എല്ലാ പിതാക്കന്മാരായിട്ടും രൂപതയിലെ എല്ലാ പ്രവർത്തനങ്ങളായിട്ടും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. ബേച്ചേട്ടാ, നമുക്ക് ഈ ദൈവശബ്ദം ബൈബിൾ കൺവെൻഷനൊക്കെ ആരംഭിച്ചതും അതിനോടനുബന്ധിച്ച് പിന്നീട് ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തി. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് അടുത്ത എപ്പിസോഡിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്നുകൂടെ സംസാരിക്കണം. അതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച്